ഹായ് ഫ്രണ്ട്സ്, നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ തുണികളുണ്ടെങ്കിൽ എടുത്തുകൊണ്ട് വന്നോളൂ. നമുക്ക് അടിപൊളി ഒരു കുഞ്ഞു ഫ്രോക്ക് തയ്ക്കാം. ആദ്യം താഴത്തെ ഭാഗമാണ് വെട്ടുന്നത്. അത് നിങ്ങളുടെ കയ്യിൽ അളവുണ്ടെങ്കിൽ അളവ് വെച്ചിട്ട് എത്ര ഇറക്കം വേണമെന്ന് നോക്കി അതനുസരിച്ച് വെട്ടിയാൽ മതി. എൻ്റെ കയ്യിൽ ഇവിടെ അളവൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു ഊഹത്തിനാണ് വെട്ടുന്നത്. അപ്പോൾ ഇതുപോലെ താഴത്തെ ഭാഗം എത്രയാണ് വേണ്ടതെന്ന് നോക്കി വെട്ടുക. അതിനുശേഷം സൈഡിലത്തെ പോർഷനൊക്കെ ആവശ്യമില്ലാതെ നിൽക്കുന്നതൊക്കെ വെട്ടിക്കളയുക. നിങ്ങളെപ്പോഴും വെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, തയ്യൽ തുമ്പ് ഇട്ടിട്ട് വേണം ഇറക്കമായാലും എന്തായാലും വെട്ടേണ്ടത്. തയ്യൽ തുമ്പ് എത്ര വിടണമെന്ന് നോക്കിയിട്ട് മാത്രമേ വെട്ടാവൂ. ഇപ്പോൾ താഴത്തെ പോർഷൻ മൊത്തം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി അതെടുത്ത് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് മുകളിലത്തെ പോർഷന് വേണ്ടിയിട്ടുള്ള തുണിയെടുത്ത് കട്ട് ചെയ്യാം. എനിക്കിവിടെ എന്ന് വെച്ചാൽ രണ്ട് തുണിയാണ്, രണ്ട് ബ്ലൗസിൽ നിന്ന് ബാക്കി വന്ന തുണിയാണ്. അപ്പം താഴത്തെ പോർഷൻ ഒരു ബ്ലൗസിൽ നിന്ന് ബാക്കി വന്നത്, മുകളിലത്തത് വേറൊരു ബ്ലൗസിൽ നിന്ന് ബാക്കി വന്നത്. രണ്ടും സെയിം കളറായതുകൊണ്ടാണ് ഞാൻ എടുത്തത്. ഇവിടെ അളവില്ലാത്തത് കൊണ്ടാണ് ഞാൻ ചുമ്മാ ഒരു കഴുത്തിൻ്റെ അളവൊക്കെ വെച്ച്, അളവൊന്നുമില്ല, അളവെടുത്തില്ല, എൻ്റെ ഒരു ഊഹത്തിന് ഞാൻ വരച്ചതാണ്. നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള അളവ് വെച്ചിട്ട് കഴുത്ത് എത്ര ഇറക്കമുണ്ട്, ഷോൾഡറിൻ്റെ ഭാഗം എല്ലാം നോക്കിയിട്ട് വേണം വെട്ടാൻ. ഞാനിവിടെ വീനെക്കാണ് തയ്ക്കാൻ പോകുന്നത്. സ്ലീവ്സ് വന്നിട്ട് അവിടെ കുഞ്ചലം, ഷോൾഡറിൻ്റെ അവിടെ കുഞ്ചലം വെച്ച് കെട്ടിയാണ്. അപ്പോൾ കുഞ്ഞു പിള്ളേർക്ക് തലയിൽ കൂടെ കയറ്റാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കഴുത്ത് വെച്ചത്. അപ്പോൾ അളവ് വെച്ച് നിങ്ങൾ വെട്ടിയാൽ മതി. കറക്റ്റ് അളവ് വെച്ചിട്ട് തയ്യൽ തുമ്പ് വെട്ട് ഇതുപോലെ വെട്ടണം. ഇവിടെ ഒരു ബോർഡർ പോർഷൻ പോലെ, അങ്ങനെ ഒരു ലൈൻ പോലെ കാണാൻ വേണ്ടിയിട്ടാണ് അത്രയും ബോർഡറിൽ നിന്ന് എടുത്ത് വെട്ടുന്നത്. അപ്പോൾ നമ്മൾ മുകളിലത്തെ പോർഷന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് മോഡൽ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൽ ആവശ്യമായിട്ടുള്ളത്, മുകളിൽ സ്ലീവ്സിൻ്റെ അവിടെ കുഞ്ചലം വയ്ക്കാനാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള തുണി ഇതുപോലെ 2 എണ്ണം കട്ട് ചെയ്തെടുക്കണം. 4 പീസായിട്ടാണ് വേണ്ടത്. നിങ്ങളുടെ കയ്യിൽ നീളമുള്ള ഒറ്റ പീസ് ഉണ്ടെങ്കിൽ അതിൽ കെട്ട് തച്ചിട്ട് അതിനെ 4ആയിട്ട് കട്ട് ചെയ്താലും മതി. എങ്ങനെയായാലും അതായിരിക്കും കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ളത്. അതിനുശേഷം നമ്മളിവിടെ ലൈനിങ് ആയിട്ട് എടുക്കുന്നത് മുണ്ടിൻ്റെ തുണിയാണ്. വേറെ തുണി ഇല്ലാത്തതുകൊണ്ട് മുണ്ടിൻ്റെ തുണി എടുത്തു. അത് 2 പോർഷനായിട്ടാണ് കട്ട് ചെയ്തത്. ഒന്ന് താഴത്തേക്കും ഒന്ന് മുകളിലത്തേക്കും വേണ്ടിയിട്ടാണ്. അപ്പോൾ താഴത്തേക്ക് വേണ്ടിയിട്ടുള്ളത് മാറ്റി വയ്ക്കാം. മുകളിലത്തേക്ക് വേണ്ടിയിട്ടുള്ളത് 4ആയിട്ട് മടക്കി നമ്മൾ ആദ്യം വെട്ടി വെച്ചിട്ടുണ്ടായിരുന്ന തുണിയുണ്ടല്ലോ, മുകളിലത്തെ പോർഷൻ, അതെടുത്ത് ഇതിൻ്റെ പുറത്ത് വെച്ചിട്ട് വെട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് തയ്ക്കാൻ ആവശ്യമുള്ള എല്ലാ തുണികളും വെട്ടിക്കഴിഞ്ഞ് ഇനി നമുക്കടുത്ത് തയ്ക്കാം. എങ്ങനെ തയ്ക്കണമെന്ന് നോക്കാം. ആദ്യം ഞാനിവിടെ തയ്ക്കാൻ പോകുന്ന കൈയുടെ അവിടെ വയ്ക്കുന്ന കെട്ടാണ്. അപ്പോൾ കെട്ട് തയ്ക്കാൻ വേണ്ടിയിട്ട് ആ തുണിയെ 2ആയിട്ട് മടക്കി മുകളിലറ്റത്ത് കെട്ടിട്ട് പിന്നെ താഴോട്ട് തയ്ക്കണം. ഇതുപോലെ താഴോട്ട് നേരെ തയ്ച്ചു പോയാൽ മതി. ഒറ്റ പീസാണെങ്കിൽ ഫുൾ നീളത്തിനങ്ങ് തയ്ച്ചാൽ മതി. ഞാനിവിടെ 2 പീസായിട്ട് എടുത്തുകൊണ്ട് രണ്ടിലും ഒരു സൈഡ് കെട്ടിട്ടിടണം.
നിങ്ങൾക്ക് ഈ കെട്ട് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നേരെ മനസ്സിലായിട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ അത് ചെയ്യാം. നമ്മളിവിടെ കെട്ടിട്ട് വെച്ച ഭാഗത്തൂടെ സൂചിയോ ഈർക്കിലോ വെച്ചിട്ട് അത് മറിച്ചെടുക്കുക. നല്ല വശം വരാൻ വേണ്ടിയിട്ട് മറിച്ചെടുക്കുക. ഇതിപ്പോൾ 2 കെട്ടാണ് നമ്മളെടുത്തത്. അത് നമ്മൾ 4ആയിട്ട് മുറിച്ചെടുക്കണം. ഇനി ഇതിൽ കുഞ്ചലം വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അതിലുള്ള ബോർഡർ പോർഷനാണ് എടുത്തത്. അത് ഇതുപോലെ 2ആയിട്ട് മടക്കി, നല്ല വശം നോക്കി മടക്കി അതിൽ ഒരു കെട്ടെടുത്ത് വെച്ച് ഇതുപോലെ മടക്കി തയ്ക്കണം. ഇതുപോലെ തയ്ച്ചിട്ട് നമ്മളത് കുഞ്ചലം മറിച്ച് നല്ല വശം നോക്കി എടുത്തിട്ട് ഇതുപോലെ തന്നെ 4 എണ്ണത്തിലും തയ്ച്ച് എടുക്കണം. അപ്പോൾ 4 കെട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് മാറ്റി വെച്ചിട്ട് അടുത്ത് തുണി തയ്ച്ച് തുടങ്ങാം. താഴത്തെ പോർഷനാണ് തയ്ക്കുന്നത്. ഫ്രോക്കിൻ്റെ താഴത്തെ പോർഷൻ പട്ടുപാവാടയ്ക്ക് ചുരുക്ക് പിടിക്കും പോലെ ചുരുക്കെടുത്താണ് തയ്ക്കുന്നത്. അതുപോലെ അടുക്കി ചുരുക്കെടുക്കാനുള്ള തുണി ഇതിലില്ലാത്തത് കൊണ്ട് സ്പേസ് ഇട്ടാണ് ചുരുക്കെടുക്കുന്നത്. അതുപോലെ ഞാൻ ഇവിടെ ചുരുക്കൊന്നും തേക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല രീതിയിൽ ചുരുക്കെടുത്ത് തേച്ച് വേണമെങ്കിൽ വയ്ക്കാം. ഇത് അതിനുള്ള തുണി അത്രയ്ക്ക് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചെറുതായിട്ടൊരു ചുരുക്കെടുത്ത് തയ്ക്കുന്നു, കുറച്ച് പഫായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ തയ്ച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് ഇതിൻ്റെ അടിയിൽ വയ്ക്കാനുള്ള ലൈനിങ് തുണിയാണ് തയ്ക്കേണ്ടത്. അതിപ്പോൾ താഴത്തെ പോർഷൻ നമ്മൾ മടക്കി അടിക്കണം. മുകളിലത്തെ പോർഷൻ ഇതുപോലെ ചെറുതായിട്ട് ചുരുക്കെടുത്ത് വേണം അതിൽ വെച്ചടിക്കാൻ.
ചുരുക്കം എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ നോക്കണം ഫ്രണ്ട് വരുന്ന പോർഷനും ആ നല്ല ലൈനിങ് തുണിയും മെയിൻ തുണിയും തമ്മിൽ ഇടുപ്പിൻ്റെ അവിടെ വച്ച് നോക്കണം. ഒരേ അളവാണോ എന്ന് നോക്കിയിട്ട് വേണം വച്ചടിക്കാൻ വേണ്ടിയിട്ട് അതിലോട്ട്. പിന്നെ ഈ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് പറ്റിയ ഏറ്റവും വലിയൊരു അബദ്ധം, ഞാൻ വീഡിയോ റെക്കോർഡാണെന്ന് കരുതി കുറേ തച്ച് പോയി. പിന്നെ കുറേ തച്ച് കഴിഞ്ഞിട്ട് നോക്കിയപ്പോഴാണ് പകുതി പോർഷനും മുകളിൽ തയ്ക്കുന്നതൊന്നും റെക്കോർഡായിട്ടില്ലെന്ന് മനസ്സിലായത്. അപ്പോൾ അതൊന്നും ഈ വീഡിയോയിലില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മുകളിലത്തെ പോർഷൻ എങ്ങനെയാണ് ഈ വീനക്ക് തച്ചത്, കുഞ്ചലം വെച്ചടിച്ചത് എന്നുള്ളതൊക്കെ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ വേറൊരു ഡ്രസ്സിൽ ഇതുപോലെ മുകളിലത്തെ പോർഷൻ എങ്ങനെയാണ് തയ്ക്കുന്നതെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാം. ഞാൻ ഈ പോർഷൻ തച്ചെത്തിയപ്പോഴാണ് നോക്കിയപ്പോഴും ഫോൺ ഓഫായിരിക്കുന്നത്. പിന്നീട് ആ വീഡിയോ ഒന്നും ഇല്ലല്ലോ, അപ്പോൾ ബാക്കി പോർഷൻ ഉള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം മുകളിലത്തെ പോർഷൻ്റെ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അതിന് ശേഷം നമ്മൾ തച്ച് കഴിഞ്ഞിട്ട് മുകളിലത്തതും താഴത്തെ പോർഷനും കൂടെ ഇപ്പോൾ ജോയിൻ്റ് ചെയ്യുന്ന വീഡിയോ ആണ് ഇതിലുള്ളത്. അപ്പം മുകളിലത്തതും താഴത്തതും ലൈനിങ് എല്ലാം വെച്ചടിച്ച് കഴിഞ്ഞ് അതിന് ശേഷം ഇതുപോലെ ജോയിൻ്റ് ചെയ്യണം. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലോ എന്ത് കാര്യം ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഞാൻ അതിനെ കുറിച്ച് നിങ്ങളുടെ ഡൗട്ടുകൾ എനിക്കറിയാവുന്ന രീതിയിൽ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. പിന്നെ ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ വീഡിയോ റെക്കോർഡ് ചെയ്ത് ചെയ്യുന്നത്. അപ്പം അതിനെന്തെങ്കിലും പറയുന്നതിലായാലും വീഡിയോ എടുത്തതിലായാലും എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കണം. അതുപോലെ തന്നെ നമ്മൾ കുഞ്ഞു കുട്ടികളുടെ തുണി വയ്ക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, തയ്യൽ തുമ്പുകളെല്ലാം കവർ ചെയ്ത് വയ്ക്കാൻ നോക്കണം. ഇതുപോലെ തയ്യൽ തുമ്പുകളെല്ലാം മടക്കി അടിക്കണം. കട്ടിയുള്ള തുണികളൊക്കെ ആണെങ്കിൽ കുത്താൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് വരാതിരിക്കാൻ സൈഡ് ഫുൾ കവർ ചെയ്ത് വയ്ക്കണം. അപ്പോൾ ഫ്രോക്ക് തച്ച് തീർന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ തച്ച ഫ്രോക്ക്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.